ഹലോ ഗായ്സ്, അപ്പം ദേ ഞങ്ങൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 2:30 ആയിട്ടുണ്ടാവും. ഞങ്ങൾ നേരെ ലുലു മോളിലേക്ക് പോവുകയാണ്. ലുലു മോളിൽ ഇന്നലെ വരെ എല്ലാത്തിനും 50% ഓഫെന്ന് കണ്ടു. അത് കഴിഞ്ഞാന്നറിയില്ല. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഭയങ്കര തിരക്കായിരിക്കും, സൺഡേയും കൂടെയാണ്. ഹലോ പറയൂ. ഹലോ ഗായ്സ്, പറഞ്ഞേ കൂട്ടാ, പറ. ഞങ്ങളിപ്പോൾ എടപ്പള്ളി എത്താറായി അല്ലേ? എടപ്പള്ളി എത്താറായി. പക്ഷെ നല്ല ബ്ലോക്കാണ്. ബ്ലോക്ക് എനിക്ക് തോന്നുന്നു ഓഫർ അല്ലെങ്കിൽ എപ്പോഴും എല്ലാ ഞായറാഴ്ചയും ലുലുവിൽ വരുമ്പോഴത്തേക്കും ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും അല്ലേ? ഈ വഴി മൊത്തം തിരക്കായിരിക്കും എല്ലാ ഞായറാഴ്ചയും. ഇതിനിപ്പോൾ ഓഫർ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തിരക്കുകളുടെ ടൈം കൂടും. കുഞ്ഞു ഉറങ്ങിപ്പോയി. അങ്ങനെ നമ്മൾ ലുലു എത്തിയിരിക്കണു. ഇതൊക്കെ ഇവിടെ കാക്ക ആക്കിയിട്ട് മെനക്കെട്ട കാക്ക. ലുലു ആയാച്ച് കണ്ടോതി ലുലു ലുലു ഹൈപ്പർ മാർട്ട്. ഇതാണ്, ഇവിടെ കൂടെയാണ് നമുക്ക് കയറാൻ പോകുന്നത്. ഇങ്ങനെ കയറിയിട്ട് ഇവിടെ കൂടെ 74 മണിക്കൂർ ഇവിടെ സിഗ്നൽ കണ്ട. ലുലുവിന്റെ ഫ്രണ്ട് വരെ എത്തി. ഇനി അടുത്ത ടാസ്ക് എന്താന്ന് വെച്ചാൽ ഇതിനുള്ളിൽ നമുക്ക് പാർക്കിംഗ് കിട്ടണം. നമ്മൾ വൈറ്റിലേന്ന് ഇങ്ങോട്ട് ഉള്ള ബ്ലോക്കിനേക്കാളും കൂടുതലായിരിക്കും ഇവിടുത്തെ പാർക്കിംഗ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈം. ഇപ്പം ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞ കാരണം കയറുമ്പോൾ തന്നെ പാർക്കിംഗ് കിട്ടും. കണ്ട, ഇപ്പം നമ്മൾ ലുലു മെട്രോ ഉണ്ടാവും. മെട്രോ ഇവിടെ നിന്ന് നേരെ മെട്രോ വന്നിറങ്ങിയാൽ നേരെ ലുലുവിൽ ഉള്ളിലേക്ക് കയറാം. ലുലുന്ന് പോകുന്ന ആൾക്കാരാ. ഇനി ഇവിടുത്തെ പാർക്കിംഗ് എപ്പോൾ കിട്ടുമെന്ന് ദൈവത്തിനറിയാം. ഹലോ ലുലു, ഈ വീട്ടൻ ലുലു ഇല്ലു ലുലു. ഈ വീട്ടന് എപ്പോഴും ഈ വീട്ടിന് അറിയാവുന്ന ഒരു സ്ഥലവും എപ്പോഴും പോകാൻ ഇഷ്ടമുള്ളൊരു സ്ഥലവും ലുലുവാണ്. എവിടെയാ ഇതെവിടെയാ എവിടെയാ എവിടെയാ ഇത് എവിടെയാണ് പിന്നെ? എവിടെ പോവാ ഇതെന്താ ഇത്? എന്റെ കുഞ്ഞിനൊക്കെ കഴിഞ്ഞപ്പോ എണീറ്റുള്ളൂ. ഹാപ്പി ഇവിടുന്ന് ഈ കാണുന്ന ബ്ലോക്ക് എന്താന്ന് വെച്ചാൽ ലുലുവിന്റെ പാർക്കിങ്ങിലേക്ക് പോകാനുള്ള ഈ വണ്ടി സൈഡിലുള്ള വണ്ടികളെല്ലാം ലുലുവിൽ കയറാനുള്ള വണ്ടികളാണ്. ഇത് ലുലുവിന്റെ പാർക്കിങ്ങിലേക്കുള്ള വണ്ടികളാണ്. ചേച്ചിമാർ എന്തൊക്കെയാ ചോദിക്കുന്നത്. നമ്മൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഈ ലുലുവിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ലുലുവിന്റെ ഗേറ്റ് കിടന്ന് നമ്മൾ ഉള്ളിൽ കയറിയിട്ടുണ്ട്. പിന്നെ ഇനി ഇവിടുത്തെ പാർക്കിംഗ് ആണ് ചടങ്ങ്. കണ്ട, ലുലു ഓൺ സെയിൽ എന്നൊക്കെ പറഞ്ഞ കൊടുത്തേക്കുന്നുണ്ട്. ലുലു ബ്ലോക്ക് ബാസ്റ്റർ സെയിൽ ഈസ് ഹിയർ, 50% ഓഫ്, 500 ബ്രാൻഡ്സ് ഉണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ കണ്ട കുറേ സെക്യൂരിറ്റിമാരുണ്ട്, പോലീസുകാർ നിൽപ്പുണ്ട്, എല്ലാവരും ഉണ്ട്. എന്നിട്ടും ബ്ലോക്കിനും പാർക്കിങ്ങിനും ഒരു നിയന്ത്രണം. എത്ര ബ്ലോക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ ടിക്കറ്റ് എടുത്തേ അവരകത്ത് കയറ്റി വിടുള്ളൂ, എല്ലാ വണ്ടി. അതിനും വെയിറ്റ് ചെയ്യേണ്ടി വരും നമ്മൾ. ഞങ്ങളിങ്ങനെ കാറിൽ ഇരിക്കുകയാണ്. പാർക്കിങ് കിട്ടിയിട്ടില്ല. ലുലുവിൽ തന്നെ, ലുലുവിൻ്റെ ഉള്ളിലെ ബ്ലോക്കിൻ്റെ ഉള്ളിൽ കിടക്കുവാണ്. അരമണിക്കൂറായിട്ടോ. ബാക്കിൽ വണ്ടികൾ കുറേ ഉണ്ട്. കാണുന്നില്ലല്ലോ, ഇപ്പം കാണുമേ. ഇതൊക്കെ പാർക്ക് ചെയ്ത് എപ്പോഴാണോ എന്തോ. വണ്ടി ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വണ്ടിക്ക് സ്പേസ് ഇല്ല. സ്പേസ് കെട്ടി എന്റെ പൊന്നോ. അപ്പം നമ്മൾ മണിക്കൂറുകൾ എടുത്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇതാ ലുലുവിലേക്ക് ഇപ്പം കയറുകയാണ്. ഇവിടെ എവിടെ നോക്കിയാലും ഭയങ്കര തിരക്കാണ്. ഒരു കട പോലും ഇല്ല നമുക്ക് കയറാൻ പറ്റിയ. നല്ല തിരക്കാണ്. നമ്മൾ B6 വണ്ടി ഇട്ടിട്ടുണ്ട്. ചെയ്യാൻ പറ്റില്ല. എൻ്റെ അടുത്ത് പൈസ കടം ചോദിക്കാൻ ലുലു വന്നിട്ട്
എന്തൊരു തിരക്കാണിത്. ഇവു ഫ്രഞ്ച് ഫ്രൈസ് വേണോ? നോക്ക്, ഫ്രഞ്ച് ഫ്രൈസ് വേണോ? 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 എന്ത് വേണം? ഫ്രഞ്ച് ഫ്രൈസ് വേണോ? ഐസ്ക്രീം വേണോ? ഹായ് പറഞ്ഞേ. എന്ത് വേണം? എന്താ? എവിടെ ബർഗർ? എങ്ങനെയുണ്ട്? നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കൻ വാങ്ങി, ഫ്രൈസ് വാങ്ങി, പെപ്സി, ബർഗർ, ചിക്കൻ പോപ്പ്. നല്ലതാണോ? നോക്കട്ടെ. കൂട്ടനിപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ട് ഇരിപ്പുണ്ട്. അങ്ങനല്ലോ. ഹൈപ്പർ മാർട്ടിന് ഇവന് ഇഷ്ടായോ? കഴിച്ചോ? ഞങ്ങളെല്ലാം കഴിച്ച് കാലിയാക്കി. ബണ്ണ് ഇത് കൊടുത്തേക്കാം. ഇവന്നാ അത് ചിക്കനാ. കഴിച്ചോ? ഞങ്ങളെല്ലാം ഫിനിഷ് ചെയ്തു. ഇനി ഞങ്ങൾ നേരെ ഹൈപ്പർ മാർട്ടിൽ പോയിട്ട് അവിടെ എന്തൊക്കെ തിന്നാൻ കിട്ടും അതൊക്കെ തിന്നു പിടിക്കണം. അങ്ങനെ ഇതാ ഞങ്ങൾ ഫുഡൊക്കെ ഫിനിഷ് ചെയ്ത് കൈയൊക്കെ വാഷ് ചെയ്ത് ഇനി നേരെ ഞങ്ങൾ പോണത് ഈ വീട്ടിനെ കളിക്കാനാണ്. ഈ വീട്ടിന് അവിടെ ഫഞ്ചൂറി ഉണ്ട്, അവിടെ പോവും. അപ്പോൾ അവിടെ കാർഡ് വേണം. പക്ഷെ കാർഡ് ഞങ്ങൾ വീട്ടിൽ വെച്ച് മറന്നുപോയി, എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് നമ്മൾ ഇതിൽ കാർഡൊന്നും ഇല്ലാത്ത കാരണം ജസ്റ്റ് എല്ലാത്തിലും ഈ വീട്ടിന് അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം, അതിൽ കയറി ഇരിക്കുക. അതൊന്നും റൈഡ് ഇങ്ങനെ അതൊന്നും വർക്കായില്ലെങ്കിലും അവന് കുഴപ്പമില്ല. അവൻ ഇങ്ങനെയൊക്കെ കാണാനാണ് ഇഷ്ടം. ഇരിക്കുക, കയറി ഇരിക്കുക, അതൊക്കെയാണ് അവന് ഇഷ്ടം. അതിപ്പോൾ വർക്കായാലും വർക്ക് ആയില്ലെങ്കിലും അവന് ഒരേ സന്തോഷം തന്നെയാണ് അതൊക്കെ കാണുമ്പോൾ. അത് കാരണം പിന്നെ ബഹളമൊന്നും ഉണ്ടാകത്തില്ല. അതിലിങ്ങനെ ഓരോന്ന് കണ്ട് നടന്നോളും. അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ ഇങ്ങനെ നടന്നോളൂ. അതിനെക്കൊണ്ട് വേറെ ശല്യങ്ങളൊന്നുമില്ല, വാശി കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഇപ്പം ഇവിടെ വന്നിട്ട് സ്ഥിരം കയറുന്നൊരു സാധനമാണ് ഇത്. ഇതിലൊക്കെ കയറണമെങ്കിൽ പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കാർഡ് വേണം. അത് കാരണം നമ്മളതിലൊക്കെ ജസ്റ്റ് കയറിയിരുന്നു. അങ്ങനെ അവന് ഇഷ്ടമുള്ള എല്ലാത്തിലും കയറി അങ്ങനെ ഇരിക്കേണ്ട, അല്ലാതെ ഒന്നിലും സ്ഥിരമായിട്ടിരിക്കില്ല. ഇതിലിരിക്കും, അത് കഴിഞ്ഞ് അടുത്തേക്ക് കയറും, അത് തന്നെയാണ്. ഒന്നിലും സ്ഥിരമായിട്ടിരിക്കത്തില്ല. ചാടി ചാടി ഇറങ്ങി ഇറങ്ങി ഓടി ഓടി ഇരിക്കും. അങ്ങനത്തെ പിന്നെയും വന്ന് ഇതിലിരുന്നിട്ടുണ്ട്. അവനെല്ലാത്തിലും ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കാണാനും, അവിടെ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ഒപ്പം പോയി വർത്താനമൊക്കെ പറയാനും കളിക്കാനൊക്കെ ഈ വീട്ടിന് ഭയങ്കര ഇഷ്ടമാണ്. ഈ വീട്ടിന് ഹായ് ഇവനോ
ഏട്ടൻ്റെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹൈപ്പർ മാർട്ടിലോട്ട് പോരാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ദേ ഇറങ്ങുമ്പോൾ ഉള്ള കാഴ്ച കാണും. ഭയങ്കര തിരക്ക്, എങ്ങാട് ക്യാമറ തിരിച്ചിട്ടും അവിടെയൊക്കെ തിരക്കാണ്. അങ്ങനെ ഇത് ഞങ്ങൾ നേരെ ഹൈപ്പർ മാർട്ടിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ എൻ്റെ അമ്മയെ ഇത്രയും ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് തോന്നും. അത്ര തിരക്കായിരുന്നു. ഒരു രീതിയിലും അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല, ബില്ലടിക്കാനും പറ്റത്തില്ല. അത് കാരണം ഞങ്ങൾ അവിടെ കയറിയില്ല. ഡെക്കറേറ്റ് വേണ്ട വേണ്ട വേണ്ട. എങ്ങനെയുണ്ട് ഈ കൂട്ട? എങ്ങനെയുണ്ട് ഈ കൂട്ട? ഹലോ, ഞങ്ങള് ലുലുന്നൊക്കെ ഇറങ്ങി. ഭയങ്കര തിരക്ക്. ഹൈക്കോട്ടിൽ പോകാൻ നിർത്ത്. ഹൈക്കോട്ടിൽ പോയിട്ട് മറ്റേ മറൈൻ ഡ്രൈവ് ഉണ്ടല്ലോ, അവിടെ നല്ല ഐസ്ക്രീം കിട്ടൂടാ. അവിടെ പോവാം. ലുലു ഭയങ്കര തിരക്ക്. ഓഫർ ഇട്ടെന്ന് പറഞ്ഞ് ഈ ലോകത്തുനിന്ന് എവിടെ നിന്നൊക്കെയോ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇത്ര ആൾക്കാർ കൊച്ചിയിലുണ്ടാ. ഭയങ്കര തിരക്ക്. നമുക്ക് നേരെ സ്ട്രെയിറ്റ് പോകണം. പല കയറിയാലും കുഴപ്പമില്ല. എൻ്റെ മകനും എന്താണെന്നറിയില്ല, ലുലു ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഐസ്ക്രീം നിന്നിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ടോ. എങ്ങനെയുണ്ട് ഐസ്ക്രീം? എങ്ങനെയുണ്ടായി? ഇന്നലെ എന്തേ കൂട്ടം പറഞ്ഞത്? അമ്മക്ക് മാല വാങ്ങിത്തരൂ കൂട്ടാ. കണ്ട, മാല വേണ്ട, കമ്മല് മതിയെന്ന്. അമ്മക്ക് മാല വാങ്ങിത്തരോ കുഞ്ഞി? നമുക്കൊരു മാല വേണം, വാങ്ങിത്തരോ? പിന്നെ മാല വേണ്ട, കൊച്ചിന് കമ്മല് മതി എന്നാ പറയണ. കൊച്ചിന് കമ്മല ഇഷ്ടം, മാലയോട് വലിയ താല്പര്യമില്ല. ഈ കൂട്ട അമ്മക്കൊരു മാല വാങ്ങിത്താ. ഈ കൂട്ടാ പിന്നെ എന്ത് വാങ്ങിത്തരൂ? കമ്മയല്ല, കമ്മ. ഈ കൂട്ടിന് അമ്മ എന്നാ ഒരു ഐസ്ക്രീം വാങ്ങിത്തട്ടെ. അത് വേണം അല്ലേ? അമ്മക്കൊരു മാല വാങ്ങിത്തരോ? മാല വേണ്ട. ഇവിടെ മാലയോടെ എന്തോ വിരോധമാണ്. മഞ്ജു വാര്യർ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഹൈക്കോർട്ടിലെത്തിയിട്ട് കാണാം. അങ്ങനെ ഞങ്ങള് ഹൈക്കോർട്ട് മറൈൻ ഡ്രൈവ് എത്തി. കണ്ടോ, മറൈൻ ഡ്രൈവ് എത്തി. കണ്ട, മറൈൻ ഡ്രൈവ് എത്തി. ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പോവാന്നറിയില്ല, എന്നാലും ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിശാൽ ഇവിടുത്തെ ജനങ്ങൾ മൊത്തം ലുലുവിലേക്ക് പോയിട്ട് ഇവിടേക്ക് അതേ പാർക്കിംഗ് ഒഴിഞ്ഞു കിടക്കുക. കണ്ട, പൈവൂട്ടിനൊന്ന് ബോട്ട് കാണിച്ചു കൊടുക്കാം. നമ്മുടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കണം. കണ്ടോ, അവിടെ പോയി നോക്ക്, കണ്ടോളൂ. ക്യൂട്ട ഇതെന്താ? ക്യൂട്ട നോക്കണോ? ക്യൂട്ടനെ ആദ്യമായിട്ടാ. കണ്ടോ, അവിടെ പോ, അവിടെ ചെറിയ ബോട്ടുകളുണ്ട്. ഗ്രാൻഡ് ഹയാട്ട്. ഞങ്ങളിവിടെ വന്നിരിക്കുക. നോക്കൂ, പപ്പ ബാക്കിലുണ്ട്. ഈ വീഡിയോ
ഇവിടെ എല്ലാ ഇവിടെ ബോട്ടിംഗ് ഒക്കെ കൂടുതൽ പോകുന്നുണ്ട്. ഇവിടെ ബോട്ടിങ്ങിന് പോകാൻ ഒരാൾക്ക് 100 രൂപയുള്ളൂ. 1 മണിക്കൂറത്തേക്ക് അവർ അവിടെയൊക്കെ ചുറ്റി കാണിക്കും. മെയിൻ നമ്മുടെ കൊച്ചിയിലെ കാര്യങ്ങളൊക്കെ കാണിക്കും. ഇങ്ങനെ ബോട്ടിങ്ങിന് പോകുമ്പോൾ MG ശ്രീകുമാറിൻ്റെ വീട് വരെ ഇവർ കാണിച്ചു തരും. അങ്ങനെ ബോട്ടിൽ നല്ല പാട്ടിട്ടിട്ടുണ്ട്. അതാണ് ഈ ബോട്ടിന് ഇങ്ങനെ തുള്ളണത്. ഇപ്പോൾ ഈ ഹൗസ് ബോട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്കുള്ള ആൾക്കാരെ അവർ വിളിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഒരാൾക്ക് 100 രൂപ, 2 പേർക്ക് 200 രൂപയാണ്. 1 മണിക്കൂറുള്ള റൈഡാണ്. ഇതല്ലാതെ ഒരുപാട് വലിയ ബോട്ടുകൾ ഇവിടെ നിന്ന് പോകുന്നുണ്ട്. അവിടെ നിന്ന് നേരെ നമ്മൾ ഈ ബ്രിഡ്ജ് കയറി. ഇതാണ് നമ്മുടെ മറൈൻ ഡ്രൈവിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഇതാണ് നമ്മുടെ മറൈൻ ഡ്രൈവ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വാക്ക് വേ പോലെയാണ്. അപ്പോൾ അവിടെ കുറേ ജ്യൂസ് കടകളും അല്ലാത്ത കടകളും പിള്ളേർക്കുള്ള കടകളും സ്ട്രീറ്റ് ഫുഡ്സ് പോലത്തെ സാധനങ്ങളും കുൽക്കി അങ്ങനത്തെ സാധനങ്ങളൊക്കെ എല്ലാം ഇവിടെ കിട്ടും. ഐസ്ക്രീമും എല്ലാം ഇവിടെ കിട്ടും. അപ്പോൾ ഈവനിങ്ങിലൊക്കെ നടക്കാൻ അടിപൊളി ഒരു സ്ഥലമാണ് മറൈൻ ഡ്രൈവ്. നല്ല കാഴ്ചകളായിരിക്കും, ലൈറ്റുകളും കാര്യങ്ങളൊക്കെ. പോഞ്ഞില്ല. എനിക്ക് ബട്ടർ സ്കോച്ച്. എനിക്കിത് ബേബി. അപ്പൊ ഞങ്ങള് ഹൈക്കോർട്ടിന്റെ അവിടെ നിന്ന് ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ബോട്ടിങ്ങിനൊന്നും പോയില്ല. എന്ന് വെച്ചാൽ രാത്രിയായിരുന്നു ബോട്ടിങ്ങിന് പോവാൻ. അങ്ങനെ ഞങ്ങള് ബോട്ടിങ്ങിനൊന്നും പോയില്ല. അപ്പൊ കുറച്ച് നേരം ഇരുന്നിട്ട് ഞങ്ങള് പോന്നു. എന്നാ ഈ വീട്ട് ഐസ്ക്രീം വാങ്ങി കൊച്ചിന് ഐസ്ക്രീം ഒന്നും വേണ്ടെന്ന് മടുത്ത്. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകും. അമ്മ വന്നില്ല. അമ്മക്ക് ഇന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞു. രാത്രി കറണ്ടൊന്നും ഉണ്ടായില്ല. Bye. Bye. See you tomorrow. Love you. Umur ke? Aha, super. Dadah.